സാക്ഷിയുടെ പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ജില്ലാ കലോത്സവത്തിൻ്റെ വേദിയിലായിരുന്നു എങ്കിലും അവിടെ നിന്നും വ്യത്യസ്തമായ ഒരു കാഴ്ചയിലേക്കാണ്. LMS UP സ്കൂളിലെ പ്രഥമ അധ്യാപകനും ചടയമംഗലം സ്വദേശിയുമായ VO സാദിൻ്റെ സ്കൂളിലേക്കാണ്. സാറിൻ്റെ സ്കൂളിലെ കൃഷിയിടങ്ങളിലേക്ക് നമുക്ക് കാര്യങ്ങൾ സാറിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. സാർ, ഇതൊരു വ്യത്യസ്ത അനുഭവമാണല്ലോ. അപ്പോൾ ഈ കൃഷിയിടങ്ങളിലേക്ക് വരാൻ സാറിനെയും ഈ സ്കൂളിനെയും പ്രേരിപ്പിച്ച ഘടകം എന്താണ്? പ്രേരിപ്പിച്ചത് നമ്മൾ വിഷരഹിതമായ ആഹാരം കുട്ടികൾക്ക് കൊടുക്കണം എന്നുള്ള ഒരു താല്പര്യം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, സൗകര്യങ്ങളുണ്ട്. കൃഷി ചെയ്യുക, ആ കൃഷിയിലേക്ക് കുട്ടികളെ ആകർഷിക്കുക, രക്ഷകർത്താക്കളെ ആ കൃഷിയിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ നല്ല രീതിയിലുള്ള ഭക്ഷണം അവർക്ക് കൊടുക്കുക. അപ്പോൾ ഇവിടുന്ന് ഏകദേശം നമുക്ക് എല്ലാ ദിവസത്തേക്കുള്ള ഉച്ചഭക്ഷണത്തിനുള്ള കൃഷികൾ, പിന്നെ കൃഷി ഉൽപ്പന്നങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ ഇവിടുന്ന് ലഭിക്കുന്നുണ്ട്. അത് എല്ലാ പച്ചക്കറി സാധനങ്ങളും ഇവിടുന്ന് ലഭിക്കുന്നുണ്ട്. അതാണ് നമ്മൾ കുട്ടികൾക്ക് പ്രധാനമായും കറി വെച്ച് കൊടുക്കുന്നത്. അത് നമുക്ക് അതിന് പച്ചക്കറി കടകളിൽ നിന്ന് മേടിക്കുന്ന സാധനങ്ങളെക്കാൾ വില കൂടുമെങ്കിലും സ്വാഭാവികം അതിൻ്റെ സംതൃപ്തി വേറെ തന്നെയാണ്. അപ്പോൾ വിഷരഹിതമായ പച്ചക്കറികൾ, ആ പച്ചക്കറികളിലൂടെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണത്തിന് കറികളെ കണ്ടെത്തുവാൻ ഇത് സഹായകരമാണ്. തീർച്ചയായിട്ടും അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. നല്ല ഭക്ഷണം അവർക്ക് കൊടുക്കുക, കുട്ടികൾക്ക് നല്ല ആഹാരം കൊടുക്കുക, വിഷരഹിതമായ ആഹാരം കൊടുക്കുക. അത് പ്രത്യേക ഒരു താല്പര്യം തന്നെയാണ്. അത് ഞങ്ങൾ കൂട്ടായി എടുക്കുന്ന ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണത്. രക്ഷകർത്താക്കളും അധ്യാപകരും എല്ലാ ആൾക്കാരും വലിയ സപ്പോർട്ടാണ് ഈ കാര്യത്തിലുള്ളത്. അപ്പോൾ ഇതിലൂടെ കുഞ്ഞുങ്ങളെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ ഒരു പ്രേരക ശക്തിയായും ഇതിനെ കാണാം. കുഞ്ഞുങ്ങളെ മാത്രം, രക്ഷകർത്താക്കളെ കൃഷിയിലേക്ക് മടക്കി കൊണ്ടുവരും എന്നുള്ളതാണ്. ഇപ്പം നമുക്കറിയാം, നമ്മൾ കൃഷി എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് അന്യം നിന്ന് പോയ ഒരു സംഭവമാണ്. അതിലേക്ക് മടങ്ങിക്കൊണ്ടുവരിക. കാര്യം പലർക്കും അതിൽ താല്പര്യമില്ല. കാര്യം പൈസ കൊടുത്താൽ ഏത് സാധനം മേടിക്കാൻ കിട്ടും എന്നുള്ളൊരു സങ്കല്പത്തിലാണ് നമ്മളെപ്പോഴും ജീവിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി അങ്ങനെയല്ല. നമ്മൾ പണ്ടങ്ങനെ ആയിരുന്നല്ലോ. നമ്മുടെ കൊച്ചു പ്രായത്തിൽ നമ്മൾ വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങൾ മാത്രം. നമ്മൾ ഈ പച്ചക്കറി കടയിൽ നിന്നും സാധനം മേടിച്ചൊന്നും എൻ്റെ സ്കൂൾ ജീവിതകാലത്ത് എനിക്ക് ഓർമ്മ പോലുമില്ല. നമ്മളെല്ലാം വീട്ടിലെ ആഹാരങ്ങളായിരുന്നു കഴിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ തന്നെ കഴിഞ്ഞു. ഈ പുതിയ തലമുറ എങ്ങനെയാവും എന്ന് നമ്മൾ കണ്ടുപഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് മാറ്റമുണ്ടാകണം. നമ്മൾ കൃഷിയിടങ്ങളിലേക്ക് പോകണം. നല്ല ജൈവ കൃഷിയിലൂടെ നല്ല സാധനങ്ങൾ. ഇവിടെ തന്നെ ഞങ്ങൾ ചാണകം മാത്രമാണ് ഉപയോഗിക്കുന്നത്. ആ ചാണകം ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നത്. അപ്പം നല്ല കൃഷിയിടങ്ങളിൽ നല്ല വിഷരഹിതമായ ഭക്ഷണങ്ങൾ ഉണ്ടാവുകയും അതിലൂടെ നല്ല ആരോഗ്യമുള്ളൊരു പൊതുസമൂഹത്തെ കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളൊരു സന്ദേശമാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, മാതൃകാപരമായി കൃഷി തോട്ടം നിർമ്മിച്ച് വിഷരഹിതമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ച് സ്കൂളിലെ ഉച്ചക്കഞ്ഞിക്ക് ആവശ്യമായ പച്ചക്കറി ഇതിൽ നിന്നും ലഭിക്കും എന്നതിലുപരി രക്ഷകർത്താക്കളെയും അതുപോലെ തന്നെ ഭാവി തലമുറയും കൃഷിയിലേക്ക് ആകർഷിക്കുവാനും അങ്ങനെ കൃഷിയിലൂടെ നമ്മുടെ നാടിന് ആവശ്യമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുവാൻ തരത്തിൽ ജൈവ മാർഗത്തിലൂടെ ഒരു കൃഷി രീതിയാണ് ഈ സ്കൂൾ അവലംബിക്കുന്നത്. ഇത് മറ്റു സ്കൂളുകാർക്കും മാതൃകയാണ്. സാക്ഷി ടിവിയുടെ എല്ലാവിധ ആശംസകളും.